ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാനും വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ഇംഗ്ലീഷിലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ള പേപ്പറാണ്. അതിൻ്റെ ഫോർത്ത് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു യൂണിറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 3 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ജോനർ, സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് തേർഡ് വൺ ലിറ്റററി ടേംസ്. ജോനർ എന്താണ്, ക്രിട്ടിക്കൽ അനാലിസിസ് എങ്ങനെ ചെയ്യണം, ലിറ്റററി ടേംസ് ഏതൊക്കെയാണ്. ലിറ്റററി ടേംസ് നമുക്ക് പരിചയം ഉണ്ടായിരിക്കും, സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ തുടങ്ങി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച സെയിം സാധനമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എന്താണ് ജോനർ എന്നുള്ള ആദ്യമായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പീസ് ഓഫ് റൈറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് ഏത് ജോനറിൽ വരുന്നു എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ജോനർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജോനർ ഈസ് ദ ടൈപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് ആർട്ട്, മ്യൂസിക് ഓർ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ, മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ജോനർ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു സിനിമ എടുത്ത് നോക്കിയാൽ ചില സിനിമകൾ കോമഡി ആയിരിക്കാം, ചില ഹൊറർ ഫിലിംസ് ആയിരിക്കാം, സയൻസ് ഫിക്ഷൻ ആയിരിക്കും, ഇനി വ്യത്യസ്ത രൂപത്തിലുള്ള സിനിമകൾ നമുക്കുണ്ടല്ലേ. സോ ഇങ്ങനെയുള്ള ഈ വ്യത്യസ്ത രൂപത്തിലുള്ള സ്റ്റൈൽസിനെയാണ് നമ്മൾ സിമ്പിളി ജോനർ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ കവിതകൾ ഉണ്ടായിരിക്കും, സ്റ്റോറീസ് ഉണ്ട്, നോവൽസിന് ഡിഫറെൻറ്റ് ജോനേഴ്സ് ഉണ്ട്, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ജോനർ ഉണ്ട്. സോ നമ്മൾ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ഏത് ജോനറിൽ വരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഇത് പോയട്രി ആണോ, പ്രോസ് ആണോ, ഡ്രാമയാണോ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി ജോനർ മനസ്സിലാക്കാൻ വളരെയധികം ഈസിയാണ്. ഓക്കെ, സോ പോയട്രിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് പോംസ് ആണ് നമുക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ നരേറ്റീവ് പോയട്രി, സെക്കൻഡ് വൺ ഡ്രമാറ്റിക് പോയട്രി ആൻഡ് തേർഡ് വൺ ലിറിക് പോയട്രി. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പോയട്രിയുടെ ജോനേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് നരേറ്റീവ് പോയട്രി എന്നുള്ളതാണ്. നരേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കഥ പറയുന്ന രൂപത്തിലുള്ള പോംസിനെയാണ് നമ്മൾ നരേറ്റീവ് പോയട്രി എന്ന് പറയാം അല്ലേ. ഒരാളുടെ വ്യത്യസ്തമായ സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു വലിയ സംഭവത്തേക്ക് ഒരു കവിത രൂപത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, നരേറ്റീവ് പോയട്രി എന്ന് വിളിക്കാം. ഓക്കെ, ഡീറ്റെയിൽ നമുക്ക് പറയാം. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് കഥ പറയുന്ന രൂപത്തിലുള്ള ഒരു കവിതയുടെ ആശയം ഒരു സ്റ്റോറി ആണെങ്കിൽ അതിനെ നമുക്ക് നരേറ്റീവ് പോയട്രി എന്ന് പറയാം. അതിൽ നരേറ്ററും ചില സമയത്ത് ക്യാരക്ടേഴ്സ് വരെ സംസാരിക്കുന്നുണ്ടായിരിക്കും. ചില കവിതകളിൽ അതിലുള്ള നരേറ്റർ സംസാരിക്കുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സും സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നരേറ്റീവ് പോയട്രിയുടെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ദെൻ നരേറ്റീവ് പോയട്രി അഗെയിൻ നമ്മൾ വീണ്ടും 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ടൈപ്പ് നരേറ്റീവ് പോയട്രിയാണ് നമുക്കുള്ളത്. ഒന്ന് എപ്പിക്സ്, സെക്കൻഡ് വൺ ബാലഡ്സ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ടിട്ടുള്ള നരേറ്റീവ് പോയട്രീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് എന്താണ് എപ്പിക് പോയട്രി എന്നുള്ളത് നോക്കാം. എപ്പിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെയുള്ള ലോങ് നരേറ്റീവ് പോംസിനെയാണ് നമ്മൾ എപ്പിക്സ് എന്ന് വിളിക്കുന്നത്. ലോങ് നരേറ്റീവ് പോംസിനെയാണ് നമ്മൾ എപ്പിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എപ്പിക്സിൽ ഹീറോസിൻ്റെ വ്യത്യസ്തമായ കഥകൾ പറയുന്നുണ്ടായിരിക്കും, വലിയ വലിയ ഇവൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വലിയ ഇവൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരാളുടെ ഒരുപാട് കഥകൾ പറയുമ്പോൾ ആ പോം വളരെയധികം ലെങ്തി ആയിരിക്കും അല്ലേ. സോ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള പോംസിനെയാണ് നമ്മൾ എപ്പിക് പോയട്രി അല്ലെങ്കിൽ എപ്പിക് പോംസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ രാജ്യത്ത് എഴുതിയിട്ടുള്ള ഈ രാമായണ മഹാഭാരതയ്ക്ക് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി ഹാവ് ടു ബോദർ അബൌട്ട് ഹോമേഴ്സ് വർക്ക്സ് ജസ്റ്റ് ലൈക്ക് ഇലിയഡ് ആൻഡ് ഒഡീസി അല്ലേ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സാഹിത്യം എടുക്കുന്ന നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 2 വർക്ക്സാണ് ഹോമറിൻ്റെ ഇലിയഡും അതുപോലെ ഒഡീസിയും. ഈ 2 വർക്ക്സ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എപ്പിക്സ് ആണ് ഈ 2 എപ്പിക് പോംസ് എന്ന് പറയുന്നത് കേട്ടോ. ബാലഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളി എ സ്മോൾ സ്റ്റോറി ഇൻ എ പോം എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. അതായത് ഈ ബാലഡ്സിൽ എന്തായിരിക്കും, കഥകളായിരിക്കും പറയുന്നുണ്ടായിരിക്കും, പക്ഷേ പോമിൻ്റെ ലെങ്ത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, എ ബാലഡ് ഈസ് ഓൾസോ എ സ്റ്റോറി പോം.
കഥാരൂപത്തിലുള്ള കവിത തന്നെയാണ് ബാലഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഷോർട്ടർ ദെൻ ആൻ എപ്പിക്. ഒരു എപ്പിക്കിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ ഷോർട്ടറായിരിക്കും, വളരെ ചെറുതായിരിക്കും കേട്ടോ. ദെൻ ബാലഡ്സ് നമുക്ക് പലപ്പോഴും പാട്ട് രൂപത്തിലൊക്കെ പാടാൻ വേണ്ടി പറ്റാറുണ്ട്. അതേപോലെ തന്നെ ബാലഡിന് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്, അത് ഓറലി വാമൊഴിയായിട്ടാണ് കൈമാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ബാലഡ്സിൻ്റെ യഥാർത്ഥ റൈറ്റേഴ്സ് ആരാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാറില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ 10th 10th ക്ലാസ് പഠിച്ച ആളുകളാണല്ലോ. അപ്പോൾ 10th ഇംഗ്ലീഷിൽ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ എന്ന് പറയുന്ന ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ബാലഡ് അല്ലേ. അതിലൊരു ഫാദർ ഗില്ലിഗണിൻ്റെ സ്റ്റോറിയാണ് അതിൽ പറയുന്നത് അല്ലേ. സോ ഇങ്ങനെയുള്ള പോംസിനെയാണ് നമ്മൾ ബാലഡ് എന്ന് വിളിക്കുന്നത്. ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയ ഒരു ബാലഡ് എക്സാമ്പിളാണ്. പക്ഷേ ആ പോമിൻ്റെ ആ ബാലഡിൻ്റെ റൈറ്റർ ആരാണെന്ന് അറിയുന്നില്ല കേട്ടോ. സോ ഇങ്ങനെ അൺനോൺ ഓതേഴ്സിൽ ഒരുപാട് ബാലഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ മനസ്സിലാക്കുക, നരേറ്റീവ് പോയട്രിക്ക് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് എപ്പിക്കാണ്, സെക്കൻഡ് വൺ നമ്മുടെ ബാലഡ്സ് ആണ്. അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രമാറ്റിക് പോയട്രി ആണ്. ഈ ഡ്രമാറ്റിക് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് ഇസ് റിട്ടൺ ലൈക്ക് എ പ്ലേ. ഒരു നാടക രൂപത്തിൽ എഴുതിയിട്ടുള്ള കവിതകളെയാണ് നമുക്ക് ഡ്രമാറ്റിക് പോയട്രി എന്ന് വിളിക്കുന്നത്. ഡ്രമാറ്റിക് പോയട്രിയിൽ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ സംസാരങ്ങൾ, അവരുടെ സ്പീക്കിംഗ്, അവരുടെ സംസാരങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അവരുടെ ഇമോഷണലായിട്ടുള്ള ഡ്രമാറ്റിക് സിറ്റുവേഷൻസൊക്കെ കാണാനും വേണ്ടി പറ്റും. 3 ടൈപ്സ് ഓഫ് ഡ്രമാറ്റിക് പോയട്രീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ്, ഡ്രമാറ്റിക് മോണോലോഗ്, സോളിലോഗ്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 2 എണ്ണം മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അതിൽ ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സ് എന്നുള്ള നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളതല്ല, മറിച്ച് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രമാറ്റിക് മോണോലോഗും സോളിലോഗിയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി മനസ്സിലാക്കേണ്ടത് ഒരു സ്പീക്കറും ഒരു സൈലൻറ്റ് ലിസണറുമുള്ള കവിതകളെയാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ കവിത വായിക്കുന്ന സമയത്ത് ഒരാൾ ഒരു കഥ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അത് കേൾക്കാൻ അവിടെ സൈലൻ്റായിട്ട് കുറച്ച് ലിസണേഴ്സ് ഉണ്ടായിരിക്കും. ആ ലിസണേഴ്സ് ഒന്നും സംസാരിക്കില്ല, ബട്ട് നമുക്ക് അവരുള്ളത് പോലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. എ ഡ്രമാറ്റിക് മോണോലോഗ് ഇസ് എ പോം where one person speaks to another who does not speak. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പീക്കറും ഒരു സൈലൻ്റ് ലിസണറുമുള്ള കവിതകളെയാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. ദെൻ അതിൽ ഏറ്റവും ഫേമസ് ആയ ഈ ടെക്നിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും റോബർട്ട് ബ്രൗണി എന്ന് പറയുന്ന പോയറ്റ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കവിതകളിലും നമുക്ക് ഡ്രമാറ്റിക് മോണോലോഗ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായി പറയുന്നതാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ഫ്രാലിപ്പോലിപ്പി. അതൊക്കെ ഇതിലെ എക്സാമ്പിളാണ്. സോ ഇവിടെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന കവിതയിൽ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് painted on the wall looking as if she were alive. ഇവിടെ നോക്കൂ, ദാറ്റ് ഈസ് മൈ ലാസ്റ്റ് ഡച്ചസ്. അതാണ് എൻ്റെ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റാർക്കോ കാണിച്ചു കൊടുക്കുന്ന പോലെ, ആരൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കവിതകളെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് സോളിലോക്കിയാണ്. സോളിലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം സംസാരിക്കുക, നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറയാറില്ലേ, സിമ്പിളി അതിനെയാണ് സോളിലോക്കി എന്ന് പറയുന്നത്. എ സോളിലോക്കി ഇസ് എ സ്പീച്ച് ഇൻ വിച്ച് എ ക്യാരക്ടർ ടോക്ക് ടു ഹിംസെൽഫ്. ഒരു ക്യാരക്ടർ സ്വയം സംസാരിക്കുന്നതിനെയാണ് സോളിലോക്കി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഡ്രാമകളിലാണ് കാണാറുള്ളത് കേട്ടോ. അല്ലാത്തവരും കാണും, പക്ഷെ കൂടുതലായും കാണാറുള്ളത് സോളിലോക്കീസ് ഡ്രാമകളിലാണ് കാണാറുള്ളത്. ബിക്കോസ് അവരുടെ ഒരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് നാടകങ്ങളാണല്ലോ. സോ ഈ നാടകം അവതരിപ്പിക്കുന്ന ആളുടെ മനസ്സിലുള്ള ചിന്തകളെ ഓഡിയൻസിന് അറിയാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സ് സോളിലോക്കീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഫേമസ് ആയ ഒന്നാണ് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൽ ഈ ഒരു ഡയലോഗ്, ടു ബി ഓർ നോട്ട് ടു ബി. ഇത് കേൾക്കാത്ത ആരും തന്നെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര ഫേമസ് ആയൊരു കോട്ടാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഈ ഒരു ഡയലോഗ് അല്ലേ. സോ അത് സോളിലോക്കിക്കുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കൂടിയാണ് കേട്ടോ. സോ ഡ്രമാറ്റിക് മോണോലോഗ് എന്താണ്, സോളിലോക്കി എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം, ഡെഫിനേഷൻ ഓർമ്മയിൽ ഉണ്ടാവണം. ഒരു 2 മാർക്സ് അല്ലെങ്കിൽ ചെറിയ മാർക്സിനൊക്കെ നമുക്ക് 1 വേർഡൊക്കെ ആയിട്ട് ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.
ഇനി നമുക്ക് പഠിക്കാനുള്ള പോമാണ് ലിറിക് പോയട്രി എന്നുള്ളത്. ലിറിക് പോയട്രി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പോംസ് ആയിരിക്കും, ചെറിയ കവിതകളായിരിക്കും. അതിൽ പേഴ്സണൽ ഫീലിങ്സ്, തോട്ട്സ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. പണ്ട് കാലത്തൊക്കെ ലൈറ എന്നുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതായത് നമ്മളൊരു യു ഷേപ്പിലുള്ള ഒരു തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ഗിറ്റാറിനൊക്കെ ഉള്ള പോലെ, വയലിനൊക്കെ ഉള്ള പോലെ സ്ട്രിങ്സ് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ലൈറ എന്നുള്ളത്. അത് ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് ഈ പോംസൊക്കെ പാട്ട് രൂപത്തിൽ പാടിയിട്ടുണ്ടായിരുന്നത്. ആ വാക്കിൽ നിന്നാണ് ലിറിക് എന്ന് പറയുന്ന ഈ ഒരു പദം, ഈ ഒരു വേർഡ് ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഈ ലിറിക് പോംസിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓഡ്, എലിജി, സൊനറ്റ്. മൂന്നും നമ്മൾ ഒരുപാട് കേട്ടതായി, ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട ഒന്നാണ് ഈ 3 വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓഡ്, എലിജി, സൊനറ്റ് എന്നുള്ളത് കേൾക്കാത്ത ആരും തന്നെ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഓരോന്നോരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓഡ് എന്ന് പറയുന്നാൽ എന്താ? ആൻഡ് ഓഡ് ഈസ് എ ഫോർമൽ പോം ദാറ്റ് പ്രൈസസ് ഓർ സെലിബ്രേറ്റ്സ് എ പേഴ്സൺ, ഒബ്ജക്റ്റ്, പ്ലേസ് ഓർ ഐഡിയ. ഒരു പേഴ്സൺ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയയൊക്കെ പ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പോംസിനെയാണ് ഓഡ് എന്ന് വിളിക്കുന്നത്. ഒരു ഫോർമൽ പോമായിരിക്കും. അത് ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ഒരു സ്ഥലത്തെയൊക്കെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള, പുകഴ്ത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള കവിതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓഡ് എന്ന് വിളിക്കുക. മോസ്റ്റ്ലി അതിന് സീരിയസ് ആയിട്ടുള്ള ഒരു ടോണായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഈ ഓഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു റൈറ്ററാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. കീറ്റ്സിൻ്റെ പോംസ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഓഡ്സ് ആയിരിക്കും അല്ലേ. ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഉണ്ട്, ഓഡ് ടു സ്കൈലാർക്ക് ഉണ്ട്, ഓഡ് ടു നൈറ്റിംഗേൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓഡുകൾ നമ്മുടെ കീറ്റ്സിന് വളരെയധികം ഫേമസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഓഡ് ടു എ നൈറ്റിംഗേൽ, ജോൺ കീറ്റ്സിൻ്റെ ആണ്. അതേപോലെ തന്നെ PB ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന പോംസ്. രണ്ടും ഓഡിൻ ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, ദെൻ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ ജോൺ കീറ്റ്സ് അറിയപ്പെടുന്നത് സെൻഷ്വസ് പോയറ്റ് എന്നുള്ളതാണ്. അദ്ദേഹം റൊമാൻറ്റിക് പോയറ്റാണ്. കൂടാതെ അദ്ദേഹം എന്താണ്? സെൻഷ്വസ് പോയറ്റ്. അദ്ദേഹത്തിൻ്റെ പോംസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസിലൊക്കെ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യാനും വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലായിരിക്കും മൂപ്പരുടെ പോംസ് ഉണ്ടായിരിക്കുക. സോ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെൻഷ്വസ് പോയറ്റ് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദെൻ PB ഷെല്ലിയുടെ കേസിലാണെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് റവല്യൂഷണറി പോയറ്റാണ്. അദ്ദേഹവും ഒരു റൊമാൻറ്റിക് പോയറ്റ് തന്നെയാണ്. കൂടാതെ അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു റവല്യൂഷണറി പോയറ്റ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എക്സാമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത് എലിജിയാണ്. എലിജി എന്ന് പറഞ്ഞാൽ മോർണിംഗ് പോം. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം അല്ലെ. മോർണിംഗ് മീൻസ് സങ്കടപ്പെടുക, ദുഃഖിക്കുക, വിലപിക്കുക എന്നാണ് മീനിങ്. അപ്പോൾ ഒരാളുടെ മരണത്തിലൊക്കെ ദുഃഖിച്ചുകൊണ്ട് എഴുതുന്ന പോംസിനെയാണ് നമ്മൾ എലിജി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു കോണിൻ്റെ ആശയം എന്ന് പറയുമ്പോഴും സാഡായിട്ട് സങ്കടപ്പെടുത്തുന്ന, നമ്മളൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ടോണായിരിക്കും പലപ്പോഴും എലിജികൾക്ക് ഉണ്ടായിരിക്കുക. സാധാരണ ഒരാളുടെ മരണത്തിലാണ് എലിജി എഴുതാറുള്ളത് കേട്ടോ. സോ ഈ എലിജിയുടെ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു പേരാണ് തോമസ് ഗ്രേ എന്നുള്ളത്. തോമസ് ഗ്രേയുടെ എലിജിയുടെ സ്പെഷ്യാലിറ്റി, അദ്ദേഹം ഒരു വ്യക്തിയുടെ മരണത്തിനല്ല എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എലിജീസ് മീൻസ് ഒരു കമ്മ്യൂണിറ്റി മൊത്തം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള എലിജീസാണ് തോമസ് ഗ്രേയുടെ എലിജീസ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ എലിജി അല്പം ഡിഫറെൻ്റ് ആണ്. ബട്ട് ബാക്കി എല്ലാവരും ഒരാളുടെ മരണത്തിലൊക്കെ ദുഃഖിച്ചുകൊണ്ടാണ് പൊതുവെ എലിജീസ് എഴുതാറുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിളും അവിടെ ജോൺ മിൽട്ടൻ്റെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. തോമസ് ഗ്രേയുടെ എലിജീസ് അല്പം ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ എലിജീസ് വളരെ ആസ്വാദികരമാണ്, നല്ല മനോഹരമായ വർക്ക്സാണ് തോമസ് ഗ്രേയുടെ എലിജി. ഫോർ എക്സാമ്പിൾ എൽജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച്യാർഡ് എന്ന് പറയുന്നൊരു എലിജിയൊക്കെ ഉണ്ട്. കേട്ടാൽ വായിച്ചെടുക്കുന്ന അതിൽ ലയിച്ചു പോകുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ പോംസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊന്ന് സൊനറ്റ്. സൊനറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈൻഡ് പോംസ് അല്ലേ. 14 വരികളുള്ള കവിതകളെയാണ് നമ്മൾ സൊനറ്റ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, ഈ 14 വരികൾക്ക് കൃത്യമായ സ്ട്രക്ചറും പാറ്റേണൊക്കെ ഉണ്ടായിരിക്കും. റൈം പാറ്റേൺ ഉണ്ടായിരിക്കും, ഒരു സ്പെഷ്യൽ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എഴുതുന്ന കവിതകളെയാണ്, 14 വരിയുള്ള കവിതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊനറ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഈ സൊനറ്റിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ 2 എണ്ണമാണുള്ളത്. പെട്രാർക്കൻ സൊനറ്റ്, ഷേക്സ്പീരിയൻ സൊനറ്റ്.
ഇംഗ്ലീഷ് സൊനറ്റ്, ഇറ്റാലിയൻ സൊനറ്റ്. ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ദെൻ അതിന് ശേഷം വരുന്ന അല്പം താഴെയായി വരുന്ന ഒന്നാണ് സ്പെൻസീരിയൻ സൊനറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബേസിക്കലി നമ്മൾ പൊതുവെ നോക്കുന്ന സമയത്ത് കാണുക ഇംഗ്ലീഷ് സൊനറ്റ്, ഇറ്റാലിയൻ സൊനറ്റ്, അല്ലെങ്കിൽ ഷേക്സ്പിയറിയൻ സൊനറ്റ്, പെട്രാർക്കൻ സൊനറ്റ് എന്നുള്ള രണ്ടെണ്ണമാണ് കാണുക. സ്പെൻസീരിയൻ സൊനറ്റ് ഉണ്ട്, പിന്നെയും ചെറിയ ചെറിയ വെറൈറ്റീസ് ഉണ്ട്. ബട്ട് നമുക്ക് ഇത് രണ്ടെണ്ണം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. റൈം സ്കീം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ. നമ്മൾ ലാസ്റ്റ് ഒരു വരിയിലെ ഏറ്റവും അവസാനത്തിൽ വരുന്ന സൗണ്ടിനെ നമ്മൾ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് റൈം സ്കീം എന്ന് വിളിക്കുന്നത്. ഈ ഒരു കവി നോക്കിയാൽ കാണാം, ഫസ്റ്റ് വരിയുടെ ലാസ്റ്റ് വാക്ക് സാഡ്ലി, സങ്കടത്തോടെ എന്നുള്ളതാണ് അല്ലേ. സാഡ്ലി എന്ന് പറയുമ്പോൾ ഒരു ലി എന്നുള്ള സൗണ്ടാണ് അവസാനമായി വരുന്നത്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ, ജോയ് എന്നാണ്. ജോയ് എന്നാണ് സെക്കൻഡ് ലൈനിൻ്റെ അവസാന വാക്ക്. ഇപ്പം ജോയ് എന്ന് പറയുമ്പോൾ ഒരു ഐ എന്നുള്ള ഒരു സൗണ്ടാണ് അവസാനത്തിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ഗ്ലാഡ്ലി, അഗെയിൻ ഒരു ലീ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സൗണ്ടുകൾക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് മാർക്ക് ചെയ്യാറുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഷേക്സ്പിയൻ സൊനറ്റിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഷേക്സ്പിയൻ സൊനറ്റിൻ്റെ റൈം സ്കീമാണ് എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഷേക്സ്പിയറിൻ്റെ എല്ലാ സൊനറ്റുകളും ഈ ഒരു റൈം സ്കീമിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കേട്ടോ. ദെൻ നേരത്തെ സൂചിപ്പിച്ച പെട്രാർക്കൻ സൊനറ്റിൻ്റെ റൈം സ്കീമാണ് എ ബി ബി എ സി ഡി ഇ സി ഡി ഇ. അതാണ് കോമണായി വരാറുള്ളത്. ചിലതിൽ സി ഡി സി ഡി സി ഡിയും വരാറുണ്ട്. ഓക്കെ. ദെൻ മറ്റൊന്ന് സ്പെൻസീരിയൻ സൊനറ്റാണ്. അതിൻ്റെയും അവിടെ കൊടുക്കുന്നിട്ടുണ്ട് എ ബി ബി സി സി ഡി ഇ ഇ. ഇങ്ങനെയാണ് നമ്മുടെ സ്പെൻസീരിയൻ സൊനറ്റ് വരുന്നത്. എന്തായാലും റൈം സ്കീമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചതാണ്. അത് വെച്ചിട്ട് നമ്മൾ സ്പെൻസീരിയൻ സൊനറ്റ്, ഷേക്സ്പിയറിയൻ സൊനറ്റ്, പെട്രാർക്കൻ സൊനറ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റു സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എങ്കിൽ പോലും ഇത് വെച്ച് നമുക്ക് എന്താണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അതിന് പെട്ടെന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് എല്ലാവരും ചെറിയ ക്ലാസ് മുതൽ കേട്ട് പഠിച്ച് പോകുന്നതാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ചില ആളുകൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയും, ചില ആളുകൾ ലിറ്റററി ഡിവൈസ് എന്ന് പറയും. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് കേട്ടോ. ഓക്കെ. സോ ആദ്യം പറയുന്നത് സിമിലിയാണ്. സിമിലി അറിയാത്തവരായിട്ട് ആരും ഇവിടെ ഉണ്ടാവില്ല. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് ലൈക്കോ ആസോ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. എ കമ്പാരിസൺ യൂസിങ് ലൈക്ക് ഓ ആസ്. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ആസ് ഉപയോഗിച്ച് രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നതിന് ലൈക്കും ആസും ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷി വാസ് ആസ് ബ്രൈവ് ആസ് എ ലയൺ. അവളെന്താണ് ഒരു സിംഹത്തെ പോലെ ബ്രൈവ്, ധൈര്യശാലിയാണ് അല്ലേ. ഹി ഈറ്റ്സ് ലൈക്ക് ആൻ എലഫൻറ്റ്. അവനൊരു ആനയെപ്പോലെ തിന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു ലയണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ലൈക്കും ആസും ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ അല്ലേ. ഒരു വസ്തുവിനെ മറ്റൊന്നുമായിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യുക. ലൈക്കും ആസും ഒന്നുമില്ലാതെ ഒന്ന് മറ്റൊന്ന് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പറയുന്നതിനെയാണ് മെറ്റഫർ എന്ന് വിളിക്കുന്നത്. എ ഡയറക്റ്റ് കമ്പാരിസൺ വൺ തിങ് ഈസ് അനദർ. ഒരു വസ്തു മറ്റൊന്ന് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. വളരെ പ്രശസ്തമായ ഒരു കവിതയിലെ ലൈനാണ്, നമ്മളെ ജോൺ കീറ്റ്സിൻ്റെ ഒരു കവിതയിലെ ലൈനാണ് കേട്ടോ. സോ ബ്യൂട്ടി ഈസ് ട്രൂത്ത് എന്ന് പറയും, ബ്യൂട്ടി സത്യമാണ് എന്ന് ഡയറക്റ്റായിട്ടാണ് പറയുന്നത് അല്ലേ. സ്റ്റേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലൈക്ക് മാസ് ഒന്നും ഉപയോഗിക്കാതെ ഒന്ന് മറ്റൊന്ന് ആണ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് വൺ എക്സാമ്പിൾ നോക്കൂ. ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ലോകം ഒരു സ്റ്റേജ് ആണ്. ഇങ്ങനെ മറ്റൊന്ന് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് സിനെക്ഡോക്ക്. സിനെക്ഡോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്
എല്ലാത്തിനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സിനെക്ഡോക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 100 സെയിൽസ് എന്ന് പറഞ്ഞാൽ 100 സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം ഒരു 100 ഷിപ്പുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 ഷിപ്പുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് 1000 കണ്ണുണ്ടാവും നോക്കാൻ എന്ന് പറയും. 1000 കണ്ണുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും നമ്മളെ നോക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഓൾ ഹാൻഡ്സ് ഓൺ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ക്രൂ മെമ്പേഴ്സും എന്നാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ചെറിയ ഭാഗം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ മീൻസ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെയാണ് സിനെക്ഡോക്ക് എന്ന് പറയാം അല്ലേ. അവൻ്റെ കണ്ണും മോറും കണ്ടാൽ മതിയല്ലോ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അവൻ്റെ കണ്ണും മോറും കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, മീൻസ് അവനെ കണ്ടാൽ തന്നെ ആ ഒരു ഹോൾ ലുക്കിനെയാണ് നമ്മൾ ആ ഒരു സംസാരത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സിനെക്ഡോക്ക്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ഓക്സിമോറോൺ. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് കൊണ്ടുവെക്കുന്നതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കോണ്ടെക്സ്റ്റിന് കൂടുതൽ സെൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. അതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുക. പ്ലീസിങ് പെയിൻസ്, ഡെഫിനിങ് സൈലൻസ് അല്ലേ. ഡെഫിൻ എന്ന് പറയുന്നത് എന്താ, കർണകഠോരമായിട്ടുള്ള വളരെ ഉച്ചത്തിലുള്ള എന്നാണ്. സൈലൻസ് പറഞ്ഞാൽ നിശബ്ദത. സോ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് വരുന്നതിനെയാണ് ഹോട്ട് ആൻഡ് കൂൾ അല്ലേ. ഹോട്ട് ചൂടാണ്, കൂൾ എന്നുള്ള തണുപ്പാണ്. സോ ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ അടുത്തടുത്താണ് വരുന്നത്. സോ ഇങ്ങനെ 2 ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓക്സിമോറോൺ എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തതാണ് ഹൈപ്പർബെലി. ഈ ഹൈപ്പർബെലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ തള്ളുക എന്ന് പറയും അല്ലേ. ഒരു ചെറിയ കാര്യത്തെ ഓവറായിട്ട് വർണ്ണിക്കുന്നതിനെയാണ് എക്സാജറേഷൻ മീൻസ് ഹൈപ്പർബെലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് എക്സ്ട്രീം എക്സാജറേഷൻ യൂസ്ഡ് ഫോർ എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കാര്യത്തെ പർവ്വതീകരിച്ച് പറയുന്ന, ഓവറായി പറയുന്നതിനെയാണ് ഹൈപ്പർബെലി എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, മൈ ഗ്രാൻഡ് ഡാഡ് ഈസ് ആസ് ഓൾഡ് ആസ് ടൈം. എൻ്റെ മുത്തച്ഛന് സമയത്തെ പോലെ പഴയതാണെന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛന് ഒരുപാട് വയസ്സുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, I had 1000 blended notes while in a grove I sat reclined. ഞാനിങ്ങനെ ഒരു ഗ്രോവിൽ കാട്ടിലിങ്ങനെ റിക്ലൈൻഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് സൗണ്ട് കേട്ടു എന്ന് പറയുന്നുണ്ട്. സോ ഒറ്റ ഇരിപ്പിൽ ആയിരക്കണക്കിന് സൗണ്ട് കേൾക്കുക എന്ന് പറയുന്നത് അല്പം എക്സാജറേഷൻ നിറഞ്ഞ കാര്യമാണ്. ദാറ്റ് ഈസ് ഹൈപ്പർബെലി എന്ന് പറയുന്നത് അല്ലേ. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഞാൻ നിങ്ങളോട് 1,000,000 ടൈം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മലയാളത്തിൽ അടിക്കുന്ന ഡയലോഗാണ്, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആവർത്തിച്ച് പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പർബെലി എന്ന് വിളിക്കുന്നത്. ദെൻ മറ്റൊന്ന് ഇഡിയമാണ്. ഇഡിയം എന്ന് പറഞ്ഞാൽ എന്താ, എ കോമൺ ഫ്രൈസ് ദാറ്റ് ഡസൻറ്റ് മീൻ എക്സാക്ട്ലി വാട്ട് ഇറ്റ് സേസ്. ഇഡിയം എന്നുള്ള സെൻറ്റൻസ് ആയിരിക്കും, ഒരു ഫ്രേസ് ആയിരിക്കും. സെൻറ്റൻസ് പറയുന്ന ഫ്രേസ് ആയിരിക്കും. ഓക്കെ, സോ ആ ഫ്രേസിൻ്റെ യഥാർത്ഥ മീനിങ് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. മീൻസ് ആ ഫ്രേസിന് മീനിങ് ഉണ്ടായിരിക്കും, വേർഡ് ബൈ വേർഡ് ഒരു മീനിങ് ഉണ്ടായിരിക്കും. ആ മീനിങ് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. മലയാളത്തിൽ ചൊല്ലുകൾ എന്ന് പറയാറുണ്ട്. സിമ്പിൾ മനസ്സിലാക്കാൻ ചൊല്ലുകൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ദർ ഈസ് എ സിൽവർ ലൈനിങ് ഇൻ എവറി ക്ലൗഡ്. ഓരോ മേഘത്തിലും സിൽവർ ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല അല്ലേ. അതേപോലെ തന്നെ ബ്രേക്ക് ദ ഐസ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഐസ് ബ്രേക്കിംഗ് സെഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് എന്താ, ഐസ് ബ്രേക്ക് ചെയ്യുകയാണോ? അല്ല, മീൻസ് നമ്മളൊരു കോൺവെർസേഷനൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ്. നമ്മൾ മലയാള ശൈലി എടുത്ത് നോക്കിയാൽ അടിപൊളി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അടിപൊളിയാണ്, അല്ലെങ്കിൽ അവന് വടിയായി, അവൻ തട്ടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എന്താ, മരിച്ചു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ മറ്റൊന്നാണ് എന്ത്, കിക്ക്ഡ് ബക്കറ്റ് എന്നുള്ളതൊക്കെ ഡെത്ത്, മരണത്തെ സൂചിപ്പിക്കുന്ന ഇഡിയംസ് ആണ് കേട്ടോ. സോ ഇങ്ങനെ ശൈലികൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇഡിയംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ. ദെൻ പേഴ്സോണിഫിക്കേഷൻ. ആ വാക്കിൽ തന്നെയുണ്ട് പേഴ്സോണിഫിക്കേഷൻ അല്ലെ. പേഴ്സൺ ഒരു ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്, ഒരു ജീവനില്ലാത്ത ഒരു നോൺ ഹ്യൂമൻ തിങ്സിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെ കൊടുക്കുന്നതിനെയാണ്
പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒരു ജീവനില്ലാത്ത ഒബ്ജക്റ്റിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. ദ വിൻഡ് വിസ്പേർഡ് ത്രൂ ദ ട്രീസ്, അല്ലേ? വിൻഡ് ആ മരങ്ങൾക്കിടയിലൂടെ വിസ്പർ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അല്ലേ? ദ സ്കൈ ലോവേർഡ് ആൻഡ് മറ്ററിങ് തണ്ടർ സം സാഡ് ഡ്രോപ്സ് വെപ്റ്റ്, അല്ലേ? സ്കൈ ലോവേർഡ്, സോ ആകാശം ഇങ്ങനെ താഴേക്ക് വന്നു, മീൻസ് ലോവേർഡ് മീൻസ് താഴേക്ക് വരിക എന്നൊക്കെയാണ് മീനിങ്. ആൻഡ് മറ്ററിങ് തണ്ടർ, ഈ ഇടിമുഴക്കിനെ പിറുപിറുത്തു എന്ന് വെച്ചാൽ ഈ മട്ടറിങ് എന്നുള്ളതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്, മനുഷ്യൻ ചെയ്യുന്നൊരു പരിപാടിയാണ് അതൊക്കെ, അല്ലേ? വിസ്പർ എന്നൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ശരിക്കും മനുഷ്യൻ ചെയ്യുന്ന ഓരോ ക്വാളിറ്റീസാണ്. മറ്റൊരു വാക്കുണ്ട് ബ്ലീഡിങ് ബാർക്ക്. ബാർക്ക് മീൻസ് BARK മീൻസ് തൊലി എന്നാണ്, രക്തമൊലിക്കുന്ന തൊലി എന്നുള്ളത് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന കവിതയിൽ വരുന്ന ഒരു ടേമാണ്. ഓക്കെ, സോ രക്തമൊലിക്കുന്ന തൊലി എന്ന് പറയുന്ന മരത്തെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം മരത്തിന് മനുഷ്യരെ പോലെയുള്ള ബ്ലീഡിങ്, രക്തമൊലിപ്പും കാര്യങ്ങളൊന്നുമില്ല. സോ ഇവിടെ ഒരു മരത്തിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഒരു ജീവനില്ലാത്ത ഒരു നോൺ ഹ്യൂമൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ സിംബോളിസം ആണ്. സിംബോളിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. സിംബൽസ്, അല്ലേ? ചില കാര്യങ്ങൾ, ചില ആക്ഷൻസ്, ചില ഒബ്ജക്ട്സ് മറ്റൊന്നിൻ്റെ സിംബലായിരിക്കും. ഒരു റെഡ് റോസ് എടുത്താൽ അതിൽ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ സിംബലാണ് റോസാപ്പൂ എന്ന് പറയുന്നത്. അതേപോലെ വെള്ളരിപ്രാവ് എന്താണ്? ശരിക്കും ഈ സമാധാനത്തിൻ്റെ ഒരു സിംബലായിട്ട് നമ്മൾ ഡോവിനെ സങ്കല്പിക്കാറൊക്കെയുണ്ട്. ഇങ്ങനെ സിംബലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിംബോളിസം എന്ന് വിളിക്കുന്നത്. കറുത്ത ഡ്രസ്സ് നമ്മളെന്താണ് ദുഃഖത്തിൻ്റെയൊക്കെ സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണ ബ്ലാക്ക് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുക. മരണ വീട്ടിലൊക്കെ ചില ആളുകൾ കരിങ്കോടി കെട്ടുക എന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ എന്താണ്? ഒരു ദുഃഖത്തിന്, സങ്കടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സിംബലൈസ് ചെയ്യുന്നതിനെയാണ് സിംബോളിസം എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ അലിട്രേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അലിട്രേഷൻ എല്ലാവരും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ച ഒന്നായിരിക്കും. അലിട്രേഷൻ റിപ്പീറ്റേഷൻ ഓഫ് സെയിം കോൺസണന്റ് സൗണ്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് 2 or more words in a line of a poem, അല്ലെ? ഒരു കവിതയിലേക്ക് 2 or അതിലധികമോ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേപോലെയുള്ള കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, ഒരു വരിയിൽ 2 or അതിലധികമോ വാക്കുകളുടെ ഫസ്റ്റ് സൗണ്ട് സെയിം കോൺസണൻ്റ് ആണെങ്കിൽ, സെയിം കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ എന്നുള്ളത്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ദ ഫയർ ബ്രീസ് ബ്ലൂ എന്ന് പറയുന്നുണ്ട്, അല്ലേ? അവിടെ ബ്രീസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ബ് എന്നുള്ള സെയിം കോൺസണന്റ് സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫോം ഫ്ലൂ എന്ന് പറയുമ്പോൾ അവിടെ ഫ് എന്നുള്ള സൗണ്ട് അവിടെ എന്താവുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ആണല്ലോ. അതേപോലെ തന്നെ ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീ ഷോർ എന്ന് പറയുന്ന സമയത്ത് സെൽസ് സി എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് തന്നെ ഒരേപോലെയുള്ള സൗണ്ട്സ്, ഒരേപോലെയുള്ള അലിട്രേഷൻസ്, ഒരേപോലെയുള്ള കോൺസണന്റ് സൗണ്ട്സ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലിട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ എല്ലാ കവിതകളിലും ഇത്തരത്തിലുള്ള അലിട്രേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒട്ടുമിക്ക കവിതകളിലും അലിട്രേഷൻസ് കാണാനുണ്ടായിരിക്കും. ഓക്കെ, അടുത്താണ് എന്ത്? ഓനമറ്റോപ്പിയ. ഈ ഓനമറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എ വേർഡ് ദാറ്റ് ഇമിറ്റേറ്റ്സ് എ സൗണ്ട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ളതിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടുകൾ ഉപയോഗിക്കുന്നതിനാണ് ഓനമറ്റോപ്പിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ക്രൗ എന്നുള്ളത്, അല്ലേ? ക്രൗ എന്നുള്ളത് എന്താണ്? കാക്കയുടെ പേരാണ്. ആ കാക്കയുടെ പേരും കാക്കയുടെ സൗണ്ട് തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. സോ ആ സൗണ്ടിൽ നിന്നാണ് ശരിക്കും ആ പദം, ആ ഒരു വേർഡ് ഉണ്ടായി വരുന്നത്. ഇങ്ങനെ ഒരു സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒനമറ്റോപ്പിയ എന്ന് വിളിക്കുക. ഇപ്പോൾ ബസ്സിങ് എന്ന് പറയുമ്പോൾ ബസ്, അല്ലേ? ആ സൗണ്ട് എന്ന് പറയുന്ന സൗണ്ടിൽ നിന്നാണ് ആ സൗണ്ട് ഉണ്ടായി വരുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഒനമറ്റോപ്പിയ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. എ വേർഡ് ദാറ്റ് ഇമിറ്റേറ്റ്സ് എ സൗണ്ട് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ടുള്ളതാണ് പൺ എന്ന് പറയുന്നത്.
പണ്ടെന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു കളിയാണ് ശരിക്കും പണ്ടെന്ന് പറയുന്നത്. ഒരു കോമഡിക്ക് വേണ്ടിയിട്ട്, ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, പണ്ണി എന്ന് വിളിക്കാം അല്ലേ. എ ഹോഴ്സ് ഇസ് എ വെരി സ്റ്റേബിൾ ആനിമൽ. കുതിര എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അനിമലാണ്. അത് പറയുന്ന സമയത്താണ് വെറുതെ തമാശക്ക് പറയുകയാണെന്ന് അറിയാം. നമ്മൾ ഈ ചളികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാടൻ ഭാഷ ചളികളൊക്കെ വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഈ ടൗണിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഈസ് ലൈബ്രറി ബിക്കോസ് ഇറ്റ് ഹാസ് മെനി സ്റ്റോറീസ്. ഈ അങ്ങാടിയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ലൈബ്രറിയാണ്. കാരണം എന്താ, അതിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു തരത്തിലുള്ള ചളി അല്ലെങ്കിൽ മീൻസ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്ന പ്ലേ ഓഫ് വേർഡ്സിനെയാണ് നമ്മളിത് വിളിക്കുക, പണ്ണി എന്ന് വിളിക്കുക. ടൈം ഫ്ലൈസ് ലൈക്ക് ആൻ ആരോ, ഫ്രൂട്ട്സ് ഫ്ലൈസ് ലൈക്ക് എ ബനാന. ഇങ്ങനെയൊക്കെ നമ്മൾ തമാശക്ക് വെറുതെ അടിക്കുന്ന ഒരു ഹ്യൂമർ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് പൺ എന്ന് വിളിക്കുന്നത്. ഫൈനലി ഐറണി. ഈ ഐറണി എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം എന്നൊക്കെ ആളുകൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉദ്ദേശിക്കുന്നതിനെയാണ് ഐറണി എന്ന് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ഫയർ സ്റ്റേഷൻ ബേൺസ് ഡൗൺ. ഒരു ഫയർ സ്റ്റേഷൻ എന്താകുന്നു, കത്തിക്കരിയുന്നു അല്ലേ. കോളിങ് എ വെരി സ്ലോ റണ്ണോ ലൈറ്റ്നിങ്. ഒരു വളരെ സ്ലോ ആയി ഓടുന്ന ഒരാളെ ലൈറ്റ്നിങ് മീൻസ് ഇടിമിന്നൽ എന്നൊക്കെ വിളിക്കാം. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം ദഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരാളെ നോക്കിയിട്ട് പറയാണ്, ഒരാൾ മുടി വെട്ടി അല്ല അയാളുടെ പടലം മൂഞ്ചിയിട്ടുണ്ട്, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ മൂഞ്ചിയിട്ടുണ്ടെങ്കിൽ പറയും, ഓ അടിപൊളിയായിട്ടുണ്ടോ, മുടി ഉഷാറായിട്ടില്ല എന്നൊക്കെ പറയും അല്ലേ. ചില ആളുകളുടെ ഡ്രസ്സൊക്കെ കാണാൻ ഭംഗിയില്ലെങ്കിൽ നമ്മൾ പറയും, നീ എനിക്കൊരു ദിവസം അത് വായ്പ തരുമോ എന്നൊക്കെ നമ്മൾ തമാശ രൂപേണ ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഓപ്പോസിറ്റ് മീനിങ് വെച്ച് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐറണി എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മളെ തടിയുള്ള ഒരാളെ നോക്കിയിട്ട് പറയുകയാണ്, വളരെ മെലിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പറയുന്നതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ലിറ്റററി ടേംസാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഒരു പ്രോസിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പോയട്രി അനലൈസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി പ്രോസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ക്യാരക്ടർ, പ്ലോട്ട്, സെറ്റിംഗ്, തീം, സ്റ്റൈൽ, ഇങ്ങനെ 5 രൂപത്തിലാണ് നമ്മളൊരു പ്രോസിനെ അനലൈസ് ചെയ്യേണ്ടത്. ആരാണ് ഈ കഥയിലെ ക്യാരക്ടർ, ദെൻ എവിടെയാണ് പ്ലോട്ട് എന്താണ് സംഭവിക്കുന്നത്, സെറ്റിംഗ് എവിടെയാണ് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്, അതേപോലെ ഇതിൻ്റെ തീം, ഇതിൻ്റെ മെസ്സേജ് എന്താണ്, ഈ ഒരു വർക്കിലെ പ്രോസിലെ മെസ്സേജ് എന്താണ്, ദെൻ എങ്ങനെയാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ആണ് നമ്മൾ ഒരു പ്രോസിനെ അനലൈസ് ചെയ്യേണ്ടത്. ദെൻ മറ്റൊന്നാണ് പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളത്. നമ്മൾ സാധാരണ നമ്മൾ കണ്ടു പരിചയമുള്ള ഒന്നായിരിക്കും ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലേ. നമ്മൾ സാധാരണ കഥയിലൊക്കെയാണ് ഈ നരേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ആരാണ് സ്പീക്കർ എന്നൊക്കെ നോക്കില്ലേ കഥകളിലും നോവലുകളിലൊക്കെയാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വെച്ചിട്ട് കഥ പറയുന്നതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ റൈറ്റർ അല്ലെങ്കിൽ ആ നരേറ്റർ തന്നെ എന്താവുന്നു, അതിലൊരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങിനെയാണ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും യു എന്ന് പറയും. യു ഓപ്പൺ ദ ഡോർ ആൻഡ് സ്റ്റെപ്പ് ഇൻ മീൻസ് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരാളോട് പറയുന്നതിനെയാണ്, ആ പോയിൻ്റ് ഓഫ് വ്യൂവിനെയാണ് സെക്കൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതിയ കഥകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വളരെ അപൂർവമായോ 5-6 പേരിൽ എണ്ണാവുന്ന ചുരുക്കം ചില കഥകളൊക്കെ സെക്കൻഡ് പേഴ്സൺ നരേഷനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഡിഗ്രി ക്ലാസ്സുകൾ പഠിക്കാനല്ല, PG സിലബസിൽ നമുക്കത് പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ദേ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. ഇപ്പം നമ്മുടെ ചില കഥകളിലൊക്കെ രാമു വളരെ പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു, ആ പാവപ്പെട്ട വീട്ടിൽ നിന്നും പഠിച്ച് നല്ല ജോലിയെത്തുന്നു. ഇങ്ങനെ രാമുവിൻ്റെ കഥ പറയുക, മറ്റുള്ളവരുടെ കഥ പറയുക, ഇങ്ങനെ റൈറ്റർ വേറൊരാളുടെ കഥ പറയുന്നുണ്ടെങ്കിൽ, മൂന്നാമതൊരാളുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രസൻറ്റേഷനെയാണ് തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറയുക. ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂസ് അല്ലെങ്കിൽ നരേഷനാണ് ഉള്ളത്. പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. ഇനി ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോയിൻ്റ് ഓഫ് വ്യൂ എന്നതിനപ്പുറത്തായിട്ട് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ, തേർഡ് പേഴ്സൺ നരേഷൻ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതിൻ്റെ എക്സസൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് റോസ് എന്ന് പറയുന്ന റോബർട്ട് ബേൺസിൻ്റെ ഒരു പോം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ പോം വായിച്ചിട്ട് കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ ഇത് പോയട്രി ആണോ, പ്രോസ് ആണോ, ഡ്രാമയാണോ, ഇതിൻ്റെ റൈം സ്കീം എന്താണ്, തീം എന്താണ്, ഇതിലുപയോഗിച്ച ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലൈൻ നോക്കിയാൽ കാണാം ലൈക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓ മൈ ലവ് ഇസ് ലൈക്ക് യുവർ ഡാഡ്. ഇത് ഞാൻ നേരത്തെ എക്സാമ്പിൾ തന്നിരുന്നു, ആ സമയത്ത് പറയാതെ വിട്ടുപോയത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇവിടെ ഈസ് ലൈക്ക് എന്ന് പറയുന്നത്, ലൈക്ക് വെച്ചുള്ള കമ്പാരിസൺ എന്താണ്, അത് സിമിലറുടെ എക്സാമ്പിളാണ്. റെഡ് റോസ് എന്ന് പറയുമ്പോൾ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. സോ അതെന്തിൻ്റെ എക്സാമ്പിളാണ്, നമ്മുടെ അലിട്രേഷനിലെ എക്സാമ്പിളാണ്. ഓക്കെ, ശരിക്കും അസോനൻസൊക്കെ പഠിക്കാനുണ്ട്, അത് ഇപ്പം നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം കേട്ടോ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മേ ബി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇതിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് നോക്കിയിട്ട് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മറ്റൊന്ന്, ഒരു സ്പീച്ചിൻ്റെ ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്പീച്ച് ഇതേപോലെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ മറ്റൊന്നുണ്ടായിരുന്നത്, ഒരു നോവലിലെ ഒരു ചെറിയ പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനെയും അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്. സോ ഒരു വർക്കിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം, എന്താണ് ജോനർ അല്ലേ, അതേപോലെ തന്നെ ലിറ്റററി അനാലിസിസ്, അതേപോലെ തന്നെ ലിറ്റററി ടേംസ്, ഇങ്ങനെ 3 നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ പഠിച്ചു പോകുന്ന. ഓരോ ജോനേഴ്സിനെ കുറിച്ച് പറയുന്നു, ദെൻ ലിറ്റററി ടേംസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വർക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക്കായി അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ആൻഡ് താങ്ക് യു ഓൾ.